10th അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ ഏത് കരിയർ ചൂസ് ചെയ്യണം, ഏത് സെക്ടറിനാണ് ഫ്യൂച്ചറിൽ നല്ല സ്കോപ്പ് ഉള്ളത്, ആൻഡ് ആ കരിയറിൽ എത്താനായിട്ട് ഏത് കോഴ്സാണ് ചൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള സംശയം ഭൂരിഭാഗം സ്റ്റുഡൻസിനും ഉണ്ടാകും. സോ അത്തരത്തിലുള്ള കുറച്ച് ഡൗട്ട്സ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യും. ആക്ച്വലി ഒരുപാട് കോഴ്സസ് ഉണ്ട്, എല്ലാ കോഴ്സസും ഒന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നല്ല ഗ്രോത്ത് ഉള്ള സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക, ആൻഡ് അതിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ചൂസ് ചെയ്യുക. ദെൻ അതിലേക്ക് എത്താനായിട്ട് പല കോഴ്സുകളും ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുക, എന്നിട്ട് കോഴ്സ് ചൂസ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡിൽ നല്ല സ്കോപ്പ് ഉള്ള കുറച്ച് സെക്ടേഴ്സും ആൻഡ് അതിലേക്ക് എത്താനുള്ള കുറച്ച് കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. നമ്പർ 1, ഡാറ്റ സയൻസ് ഓർ ബിഗ് ഡാറ്റ. ഇന്ന് നമുക്കറിയാം നമ്മളെല്ലാവരും ഡാറ്റയുടെ ലോകത്താണ് ജീവിക്കുന്നത്. ഈ ഇൻ്റർനെറ്റ് വന്നതോടുകൂടി ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഡാറ്റയൊക്കെ ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്താലേ പ്രഡിക്ഷൻസും ഡിസിഷൻസും ഇൻവെൻഷൻസും ഒക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. വലിയ ടെക് ആൻഡ് ഇ കൊമേഴ്സ് കമ്പനീസ് ലൈക്ക് ആപ്പിൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇവരൊക്കെ ഈ ബിഗ് ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റുകൾക്കും ആഗ്രഹങ്ങൾക്കും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് സെയിൽസ് കൊണ്ടുവരുന്നത്. സോ ബിഗ് ഡാറ്റയിലൂടെ കസ്റ്റമേഴ്സിൻ്റെ സൈക്കോളജി മനസ്സിലാക്കുകയും ആൻഡ് അത് മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും. സോ വിത്തൗട്ട് എ ഡൗട്ട് വി ക്യാൻ സേ ബിഗ് ഡാറ്റ ഓർ ഡാറ്റ സയൻസ് നല്ല സ്കോപ്പുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇനി ഇതിന് ഏത് കോഴ്സ് എടുക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലോ IT-യിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ മാത്സിലോ അല്ലെങ്കിൽ എക്കണോമിക്സിലോ ഡിഗ്രി ചെയ്ത് ദെൻ ഡാറ്റ സയൻസിൽ മാസ്റ്റേഴ്സ് എടുത്താൽ മതി. ഐഡിയലി +2 സയൻസ് ഉള്ളവർക്കായിരിക്കും ഇത് ബെറ്റർ, ബട്ട് മറ്റ് സ്ട്രീംസിൽ നിന്ന് വരുന്നവർക്കും ഇത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് പറ്റിയ PG ഡിപ്ലോമ കോഴ്സസും ഉണ്ടാവും. ബട്ട് യു നീഡ് സ്കിൽ ഉണ്ടെങ്കിൽ നല്ല കരിയറിൽ എന്തായാലും എത്താൻ പറ്റും. നമ്പർ 2, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്. AI എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ടെസ്ലയുടെ സെൽഫ് ഡ്രൈവിംഗ് കാർസ്, ഹോസ്പിറ്റലുകളിലെ ഹ്യൂമനോയിഡ് റോബോട്ട്സ്, IoT ഓർ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മാസീവ് പൊട്ടൻഷ്യൽ നിന്നാണ് ഉണ്ടായി വന്ന കാര്യങ്ങളാണ്. സോ ഇന്ന് AI എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, ഹോം, ട്രാൻസ്പോർട്ടേഷൻ, എഡ്യൂക്കേഷൻ, കസ്റ്റമർ സർവീസ് എക്സെട്ര. സോ AI ഓർ ML ഓർ റോബോട്ടിക്സ് കോഴ്സസ് എന്തുകൊണ്ടും ഒരു നല്ല ചോയ്സ് തന്നെയാണ്. ഇനി ഏത് കോഴ്സാണെന്ന് ചോദിച്ചാൽ ഫിസിക്സ്, എയറോനോട്ടിക്കൽ, എയറോസ്പേസ്, ന്യൂക്ലിയർ, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ സ്ട്രീംസിൽ ഡിഗ്രി ചെയ്ത് പിന്നെ AI, ML, റോബോട്ടിക്സിൻ്റെ മാസ്റ്റേഴ്സ് ചെയ്താൽ മതി. ആൻഡ് 10+2 സയൻസ് സ്ട്രീം ആയിരിക്കണം. ബട്ട് ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് നല്ല സ്കില്ലുണ്ടെങ്കിൽ ദെൻ ഏത് സ്ട്രീമിൽ നിന്നാണെങ്കിലും ഇതിൽ നല്ലൊരു കരിയർ ഉണ്ടാക്കാനായിട്ട് പറ്റും. മൂന്നാമത്തേത് മെഡിസിൻ ആണ്. ഇന്ന് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇൻഡസ്ട്രിയാണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ആരോഗ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. ആൻഡ് ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം അസുഖത്തിന് പ്രത്യേകിച്ച് ക്ഷാമമൊന്നുമില്ല. കൊറോണ പാൻഡമിക് വന്നതോടുകൂടി ഈ ഇൻഡസ്ട്രി ഒന്നുകൂടി വളർന്നു. നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനും സർജൻസിനും ഒക്കെ ഇപ്പോൾ നല്ല ഡിമാൻഡാണ്. പിന്നെ അതേപോലെ ഈ ന്യൂക്ലിയർ മെഡിസിൻ, ഹെൽത്ത് കെയറിൽ AI ആൻഡ് MLൻ്റെ ഇൻഫ്ലുവൻസ്, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഇൻ സർജറി, ഇതൊക്കെ കാരണം മെഡിസിനിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനും ഇപ്പോൾ നല്ല സ്കോപ്പാണ്. ഇനി കോഴ്സ് +2 എന്തായാലും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ MBBS പെർസ്യൂ ചെയ്യണമെങ്കിൽ നീറ്റ് എൻട്രൻസ് എക്സാം ക്വാളിഫൈ ചെയ്യണം. പിന്നെ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ ലൈക്ക് കാർഡിയോളജിസ്റ്റ്, സർജൻ, ന്യൂറോളജിസ്റ്റ്. ദെൻ MBBSന് ശേഷം MD ഓർ MS എടുക്കേണ്ടി വരും. ഇനി അതല്ലാതെ BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ, തെറാപ്പി തുടങ്ങിയ കാരിയേഴ്സും നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും. നമ്പർ 4, ബയോടെക്നോളജി. 2025ഓടെ ഇന്ത്യൻ ബയോടെക്നോളജി ഇൻഡസ്ട്രി $150 ബില്യൺ റീച്ച് ചെയ്യുമെന്നാണ് പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കമ്മിങ് ഇയേഴ്സിൽ ഇത് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുകയും ചെയ്യും. സോ ബയോടെക്നോളജിയും നല്ല സ്കോപ്പുള്ള മേഖലയാണ്. ഇപ്പോൾ ഈ പുതിയ ഡ്രഗ്സ് ആൻഡ് ഇമ്മ്യൂണൈസേഷനും പ്രിവെൻഷനും ക്യൂറിനും ഒക്കെ വേണ്ടിയിട്ട് വാക്സിൻ കണ്ടെത്തുന്നതുകൊണ്ട് തന്നെ ബയോടെക്നോളജിക്ക് വളരെ നല്ലൊരു ഫ്യൂച്ചറാണുള്ളത്. ഇതിൽ തന്നെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ട്, ലൈക്ക് ഫോറൻസിക്, ജനറ്റിക് ടെക്നോളജി, ബയോ റെമഡിയേഷൻ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെനി മോർ. ഇനി കോഴ്സ് നോക്കുകയാണെങ്കിൽ ബയോടെക്നോളജി ഒരു UG ആൻഡ് PG കോഴ്സാണ്. ബയോളജി ഓർ കെമിസ്ട്രി ഓർ ഫിസിക്സ് എന്നീ സ്ട്രീംസിൽ നിന്ന് UG ചെയ്ത് പിന്നെ ബയോടെക്നോളജിയിൽ മാസ്റ്റേഴ്സ് ചെയ്താൽ മതി. നമ്പർ 5, മാനേജ്മെൻറ്റ്. പ്രോഫിറ്റ്സ് കൂട്ടാനും ഓപ്പറേഷണൽ കോസ്റ്റുകൾ മാനേജ് ചെയ്യാനും നല്ലൊരു ബ്രാൻഡ് ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഇന്ന് ഈ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഓർ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ BBA, MBA ഫൈനാൻസ് ആൻഡ് CFA, BBA, MBA മാർക്കറ്റിംഗ് കോഴ്സുകളൊക്കെ ഇന്ന് വളരെ പോപ്പുലറാണ് ആൻഡ് നല്ല സ്കോപ്പും ഉണ്ട്. ഇനി കോഴ്സസ് നോക്കുകയാണെങ്കിൽ കൊമേഴ്സ് ഓർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഇതിൽ UG ചെയ്യാം. ദെൻ അതിനുശേഷം PG എടുക്കാം. ആറാമത്തേത് എൻവയോൺമെൻറ്റൽ സയൻസ്. ഇന്നത്തെ കാലത്ത് നമ്മളുടെ പരിസ്ഥിതിക്കും എക്കോളജിക്കും ഒക്കെ ഒരുപാട് ഡാമേജസ് വരുന്നുണ്ട്. സോ അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ഉണ്ടാക്കാനും റീസൈക്ലിങ്ങും വേസ്റ്റ് ഡിസ്പോസലും ഒക്കെ ഇംപ്രൂവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഈ ഗ്ലോബൽ വാർമിംഗ് ആൻഡ് അതർ ക്ലൈമറ്റ് റിലേറ്റഡ് ക്രൈസിസ് ഒക്കെ
കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റൽ സയൻറ്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയേഴ്സിനൊക്കെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറാണുള്ളത്. ഇനി കോഴ്സസ് നോക്കുകയാണെങ്കിൽ എൻവയോൺമെൻറ്റ് സയൻസ് ബോത്ത് ഒരു UG ആൻഡ് PG ലെവൽ കോഴ്സാണ്. സയൻസ് സ്ട്രീമിൽ നിന്നോ ഓർ ഏത് സ്ട്രീമിൽ നിന്നുമുള്ളവർക്കും ഈ കരിയർ പെർസ്യൂ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ദെൻ BTech ഓർ BE വേണം, അല്ലെങ്കിൽ ബയോളജി ഓർ കെമിസ്ട്രി ഓർ എൻവയോൺമെൻറ്റൽ സയൻസ് ഓർ ജിയോളജിയിലോ അല്ലെങ്കിൽ റിലേറ്റഡ് സബ്ജക്ട്സിൽ BSc ചെയ്യണം. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സ്കോപ്പുള്ള ഏരിയാസും അതിലെത്താനുള്ള കോഴ്സസുമാണ് പറഞ്ഞത്. വേറെയും കുറേ സെക്ടേഴ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ പാഷൻ, ടാലൻറ്റ് ആൻഡ് ഡ്രീംസ് ഒക്കെ നോക്കിയിട്ട് അതിന് ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു ഫീൽഡ് കണ്ടെത്തുക ആൻഡ് ദെൻ അതിലെത്താനുള്ള കോഴ്സ് ചൂസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ഫോളോ ഫോർ മോർ.